ഏതായാലും ട്രംപ് ചില കൂടുതൽ യുദ്ധക്കപ്പലുകൾ, നമുക്കറിയാം ഹോർമുസിന് ചുറ്റും നിരവധി യുദ്ധക്കപ്പലുകൾ ഉണ്ട്. കൂടുതൽ യുദ്ധക്കപ്പലുകൾ ഈ പ്രദേശം, ഇപ്പോൾ ട്രംപിന്റെ പുതിയ അവകാശവാദം ഹോർമുസ് പിടിച്ചെടുക്കും എന്നുള്ളതാണ്. അത് ഹോർമുസുമായി ബന്ധപ്പെട്ടായിരുന്നല്ലോ ഇതുവരെയുള്ള ചർച്ചകളും തീരുമാനങ്ങളും മറ്റും. അതിൽ തട്ടിയാണല്ലോ ഇപ്പോഴുള്ള ചർച്ചകൾ അലസിപ്പിരിഞ്ഞതും. ട്രംപ് ഇപ്പോൾ പറയുന്നത് ഹോർമുസ് പിടിച്ചെടുക്കാനുള്ള നടപടികൾ പുനരാരംഭിക്കും എന്നാണ്. ചർച്ചകൾ തുടരും എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും ചർച്ചകൾ അവസാനിച്ചോ എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത വരാത്ത സാഹചര്യത്തിൽ പോലും ഹോർമുസ് കടലിടുക്ക് പ്രശ്നത്തിൽ ഒരു വലിയ നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കാം എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, കൂടുതൽ പടക്കപ്പലുകളെ അയച്ച് ഹോർമുസ് പിടിച്ചെടുക്കുക എന്നുള്ള നിർണായകമായ കാര്യമാണ്. നേരത്തെ ഹോർമുസിന്റെ അടിയിൽ ബോംബുകൾ വെച്ചിട്ടുണ്ട് എന്നുള്ള മുന്നറിയിപ്പുകൾ ഇറാന്റെ ഭാഗത്തുണ്ടായിരുന്നു. ഈ ബോംബുകൾ നിർവീര്യമാക്കുകയാണ് തങ്ങൾ എന്നും ഇത്തരത്തിൽ ട്രംപ് പറയുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഒപ്പം മറ്റ് പ്രധാനപ്പെട്ട വലിയ രാജ്യങ്ങളെ ഉണ്ടല്ലോ, ഈ രാജ്യങ്ങളെയൊക്കെ, ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടാവുകയാണ്. ഇറാൻ അടച്ച ഹോർമുസിൽ 20% എണ്ണ കപ്പലുകൾ കടന്നു പോകുന്ന ഹോർമുസിൽ US സൈന്യം ജോലി തുടങ്ങി എന്നാണ് ട്രംപ് പറയുന്നത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഹോർമുസ് തുറക്കുമെന്നും അവകാശപ്പെടുന്നു. ഇറാന്റെ നാവിക വ്യോമസേനകളുടെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും മിസൈൽ ഡ്രോൺ നിർമ്മാണശാലകളും തകർത്തു എന്നും ട്രംപ് അവകാശപ്പെടുകയാണ്. ഇറാൻ വൻതോതിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ട്രംപ് പറയുന്നു. ഇറാന്റെ 28 യുദ്ധക്കപ്പലുകളാണ് തകർത്തു എന്ന് ട്രംപ്, കടലിൽ മുക്കി എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഒപ്പം ചൈന, ജപ്പാൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഹോർമുസ് കടലെടുക്ക് വൃത്തിയാക്കാൻ ധൈര്യമില്ല എന്നും അതുകൊണ്ട് US അത് ഏറ്റെടുക്കുകയാണ് എന്നുമാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞു വെക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നത്. അജയ്, ഹോർമുസിൽ തട്ടി ഇപ്പോൾ ഉണ്ടായ ചർച്ചയിലെ പ്രശ്നങ്ങൾ, ചർച്ച പരാജയപ്പെടുന്ന പശ്ചാത്തലം ഉണ്ടാവുകയാണ്. ഇതേ ഹോർമുസ് പിടിച്ചെടുക്കുമെന്ന് ട്രംപ് പറയുന്നു. അതിനുള്ള നീക്കങ്ങൾ തുടങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു എന്ന് പറയുന്നു. കൂടുതൽ യുദ്ധക്കപ്പലുകൾ ഹോർമുസിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു. ഇതിനകം തന്നെ 2ഓളം യുദ്ധക്കപ്പലുകൾ ആ പരിസരത്തുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ട്രംപ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നാൽ, നേരത്തെ ബോംബുമായി ബന്ധപ്പെട്ടുള്ള ചില ഭീഷണികളൊക്കെ ഇറാൻ ഉയർത്തിയിരുന്നു, അതടക്കം സഹിച്ചുകൊണ്ട് തന്നെ ഹോർമുസിലേക്ക് പൂർണ്ണമായും ഇറങ്ങുകയാണ് ട്രംപ്. ഈ ഹോർമുസുമായി ബന്ധപ്പെട്ട് തന്നെ അമേരിക്ക മുൻപ് പല അവകാശവാദങ്ങളും നടത്തിയിരുന്നു. അതായത് ഈ ഹോർമുസ് കടലെടുക്ക് അത് അമേരിക്ക ഉടൻ തന്നെ യുദ്ധക്കപ്പലുകളെ ഉപയോഗിച്ചുകൊണ്ട് അതുവഴി ഗതാഗതം നടത്തുന്ന മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് അകമ്പടി നൽകും എന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു. പിന്നീട് പറഞ്ഞു അമേരിക്കയ്ക്ക് ഈ ഹോർമുസ് കടലെടുക്കിന്റെ സുരക്ഷ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തമില്ല, ഇത് അതുവഴി ഗതാഗതം നടത്തുന്ന മറ്റ് രാജ്യങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് അമേരിക്ക പറഞ്ഞു. ഇത്തരത്തിൽ തുടർന്ന് പലതരത്തിലുള്ള കാര്യങ്ങൾ ഹോർമുസുമായി ബന്ധപ്പെട്ട് പല അവകാശവാദങ്ങൾ US ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ട്രംപ് ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ച ഈ പുതിയ പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഈ സീ മൈനുകൾ വിന്യസിച്ചിരിക്കുകയായിരുന്നു. ഈ സീ മൈനുകൾ ഈ മേഖലയിൽ നിന്നും നീക്കം ചെയ്യാൻ വേണ്ടി US അവരുടെ യുദ്ധക്കപ്പലുകളെ ഇവിടേക്ക് അയച്ചു. അപ്പോൾ യുദ്ധക്കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് വഴി കടന്നുപോയി ഈ എല്ലാ സീ മൈനുകളെയും മേഖലയിൽ നിന്ന് തുടച്ചു നീക്കിയതായിട്ടാണ് ട്രംപിന്റെ അവകാശവാദം. എന്നാൽ ഇതിലൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഇക്കാര്യം എല്ലാ ഇറാനിയൻ മാധ്യമങ്ങളും നിഷേധിക്കുന്നുണ്ട്. IRGCയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത് മേഖലയിലൂടെ വാണിജ്യ കപ്പലുകളെ മാത്രമേ യാത്ര ചെയ്യാൻ അനുവദിച്ചിട്ടുള്ളൂ, യുദ്ധക്കപ്പലുകൾക്ക് ഇതുവഴി യാത്ര ചെയ്യാൻ അനുമതിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ IRGCയുടെ നിയന്ത്രണത്തിലല്ലാതെ യാതൊരുവിധ യുദ്ധക്കപ്പലുകളുടെ നീക്കവും ഇതുവഴി അനുവദിച്ചിട്ടില്ല എന്നും ഇറാൻ വിശദീകരിക്കുന്ന പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ട്രംപിന്റെ മാത്രം ഒരു അവകാശവാദം ആണ് എന്ന് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ പറയാനാകും. ഇത് മറ്റ് ലോകരാജ്യങ്ങളാണെങ്കിലും ഇതിൽ മറ്റ് സ്ഥിരീകരണമൊന്നും നടത്തിയിട്ടില്ല, ആരും ഇത് അംഗീകരിക്കുന്ന നിലപാടും വന്നിട്ടില്ല. ട്രംപ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞപ്പോഴും നാറ്റോയെ പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്തുകയാണ്. അദ്ദേഹം മുൻപാണെങ്കിൽ നാറ്റോയ്ക്കെതിരെ ശക്തമായിട്ടുള്ള രീതിയിൽ രംഗത്ത് വരുന്നത് നമ്മൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹം നാറ്റോയെ കുറ്റപ്പെടുത്തുകയാണ്. അതായത് US ഒരു ആവശ്യമുണ്ടായപ്പോൾ നാറ്റോ രംഗത്ത് വന്നില്ല, അവർ ഭീരുക്കളാണ് എന്നതുൾപ്പെടെയുള്ള കടുത്ത വിമർശനങ്ങളാണ് നാറ്റോയ്ക്കെതിരെ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ഹോർമുസ് കടലിടുക്ക് ഇപ്പോൾ വൃത്തിയാക്കാനാണെങ്കിലും അതിന് US ആണ് മുന്നിട്ടിറങ്ങിയത്. അതിൽ യാതൊരുവിധ മറ്റ് രാജ്യങ്ങളുടെ ഒന്നും ഇടപെടൽ ഉണ്ടായിട്ടില്ല. മറ്റ് രാജ്യങ്ങൾക്ക് ഇറാനോട് ഹോർമുസുമായി ബന്ധപ്പെട്ട് ബാർഗെയിൻ ചെയ്യാൻ ധൈര്യമില്ല. അതിനാണ് ഇപ്പോൾ നിലവിൽ ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചകൾക്ക് US നേതൃത്വം വഹിക്കുന്നത്. ഈ ചർച്ച വിജയിച്ചാലും പരാജയപ്പെട്ടാലും അമേരിക്കയ്ക്ക് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല എന്നും ട്രംപ് കഴിഞ്ഞ ദിവസം മാധ്യമ
മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ ഒരു ചർച്ചകൾ പരാജയപ്പെട്ടതിൽ ഈ ഹോർമസിന് വലിയ പങ്കൊന്നുമില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഹോർമസ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ചർച്ചയായിരുന്നു. എന്നാലും ഈ ആണവോർജം, ഈ ഇറാന്റെ ഈ ആണവായുധ നിർമ്മാണം എന്നുള്ള ഒരു പോയിന്റിലാണ് അമേരിക്കയ്ക്ക് ഏറ്റവും നേരത്തെ നമുക്കറിയാം അമേരിക്കയുടെ ഒരു 15 നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് ട്രംപ് ഒരു വിധത്തിലും ട്രംപ് ഈ 15 നിർദ്ദേശങ്ങൾ ഒരു വിധത്തിലും ഈ ഇറാൻ ട്രംപിന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അവിടെയാണ് 10 നിർദ്ദേശങ്ങളുമായി ഇറാൻ രംഗത്ത് വരുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നത്. അതിൽ തട്ടി വേണം ചർച്ചകൾ എന്നാണ് ഇറാൻ ആവശ്യപ്പെട്ടിരുന്നത്. ഒപ്പം മറ്റ് 15 നിർദ്ദേശങ്ങൾ പരിഗണിച്ചിരുന്നു. പക്ഷേ ഈ തങ്ങളുടെ ആണവ നിരായുധീകരണത്തിൽ ഒരു കാരണവശാലും ഇറാൻ അംഗീകരിക്കില്ല, സംശയമില്ല. ഒപ്പം ഹോർമുസ് നിയന്ത്രണം പൂർണ്ണമായും തങ്ങൾക്ക് വേണം എന്ന് ഈ 10 നിർദ്ദേശങ്ങളുണ്ട്. ഹോർമുസ് തങ്ങൾ നിയന്ത്രിക്കും, റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്ന് പറയുന്ന പശ്ചാത്തലമുണ്ട്. ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ചർച്ചയാണ്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും ഹോർമുസ് നിയന്ത്രണം വിട്ടുകൊടുക്കില്ല എന്നും ആണവ കരാറുകൾ, ആണവ വിഷയങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്നുമൊക്കെ ഇറാൻ കടുംപിടുത്തം പിടിച്ചാൽ പിന്നെ ഈ ചർച്ചയ്ക്ക് എന്താണ് പ്രസക്തി? ഇനി ഏതെങ്കിലും തരത്തിൽ ചർച്ച മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിലും കാര്യമില്ലല്ലോ. അപ്പോൾ ഇനി നോക്കിക്കാണേണ്ടത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇനിയുള്ള നീക്കം എന്താണ് എന്നുള്ളതല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ ഇനി അടുത്ത അമേരിക്ക ഇനി എന്ത് തരത്തിലുള്ള ഒരു നീക്കമാണ് നടത്തുന്നത് എന്നുള്ള ഒരു വിശദീകരണം നിലവിലെ സാഹചര്യത്തിൽ നൽകിയിട്ടില്ല. ഇപ്പോ നിലവിൽ JD വാൻസ് പ്രതികരിച്ചിട്ടുള്ളത് അമേരിക്കയ്ക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഡീലാണ് നിലവിൽ അമേരിക്ക ഇറാന് മുന്നിൽ വെച്ചിട്ടുള്ളത്. അതിൽ ഇനി ഇറാന്റെ പ്രതികരണം എന്താകും എന്നുള്ളതാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഇറാൻ തീർച്ചയായിട്ടും ഒരു നല്ല തീരുമാനത്തിലെത്തും എന്നാണ് പ്രതീക്ഷയെന്നും JD വാൻസ് ഇപ്പോ ഇസ്ലാമാബാദിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു. അതും അദ്ദേഹം അതിൽ എടുത്തു പറഞ്ഞത് തങ്ങൾ ട്രംപുമായിട്ട് നിരന്തരം സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ ചർച്ചയിലുടനീളം. അദ്ദേഹം ഞങ്ങളോട് ആവശ്യപ്പെട്ടതും പെട്ടെന്ന് ഒരു ഡീലിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ ഡീലിലെത്താനുള്ള പരമാവധി കാര്യങ്ങൾ തങ്ങൾ ചെയ്തു കഴിഞ്ഞു, ഇതിനോടകം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇറാൻ ഞങ്ങളുടെ ഉപാധികൾ അംഗീകരിക്കുന്നില്ല എന്നാണ് JD വാൻസ് പറഞ്ഞത്. പക്ഷേ ഈ ആണവ വിഷയം അല്ലാതെ മറ്റെന്തൊക്കെ കാര്യങ്ങളിലാണ് എതിർപ്പുണ്ടായത്, എന്തൊക്കെ കാര്യങ്ങളിലാണ് ഒരു ഈ അമേരിക്കയുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ സാധിക്കാത്തത് എന്നുള്ള കാര്യങ്ങളൊന്നും JD വാൻസ് വ്യക്തമാക്കിയിട്ടില്ല. ഈ ചർച്ചയുടെ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാനാകില്ല എന്നതാണ് അദ്ദേഹം പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതും ചില ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് അമേരിക്ക ഈ യുദ്ധത്തിലൂടെ അവർക്ക് നേടാൻ സാധിക്കാത്ത നേട്ടങ്ങൾ ഈ പുതിയ ബാർഗെയിനിങ്ങിലൂടെ നേടാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നതാണ് ഇറാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഈ ഹോർമുസിന്റെ നിയന്ത്രണം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ, അതുപോലെ ഇറാന്റെ ഈ ദീർഘദൂര മിസൈലുകളുടെ കാര്യങ്ങൾ, അതുപോലെ ഈ ആണവോർജത്തിന്റെ കാര്യം, മറ്റ് ഈ റെജീം ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം, ഇതെല്ലാം അമേരിക്കയ്ക്ക് ഈ യുദ്ധത്തിലൂടെ നേടിയെടുക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അവയെല്ലാം അമേരിക്ക ഈ ചർച്ചയിലൂടെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നതെന്നാണ് ചില ഇറാനിയൻ മാധ്യമങ്ങൾ കുറ്റപ്പെടുത്തുന്നത്. ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടാൻ പാകിസ്ഥാനും തയ്യാറായിട്ടില്ല. പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്. അവരുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇഷാഖ് ദർ പറയുന്നതാണ്. അതായത് പാകിസ്ഥാന്റെ ഒരു ഇതെന്ന് പറയുന്നത് ഒരിക്കലും ഒരു വെടിനിർത്തലിലേക്ക് ഇരു രാജ്യങ്ങളും പോകരുത്, ഇനിയും ചർച്ചകൾ തുടരേണ്ടതുണ്ട്. പാകിസ്ഥാൻ ഈ മധ്യസ്ഥന്റെ ഒരു റോൾ അത് ഇനിയും മുന്നോട്ട് വഹിക്കും. തീർച്ചയായിട്ടും ഇനി ഇരു രാജ്യങ്ങളുടെ സഹകരണം വേണം, ചർച്ചകൾ ഇനി തുടർന്ന് തീരുമാനിക്കും എന്നെല്ലാമാണ്. തുടരുക അജയ്. ഇപ്പോൾ ശ്രീ മിഥുൻ വിജയകുമാർ, വിദേശകാര്യ വിദഗ്ധൻ, ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മിഥുൻ, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ചർച്ചകൾ പൂർണ്ണമായും അവസാനിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനിയൊരു ഘട്ട ചർച്ചയെക്കുറിച്ചുള്ള ചിന്തകളില്ല. കാരണം ഇറാൻ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുന്നു, ഒരു തരത്തിലും വഴങ്ങുന്നില്ല എന്നാണ് JD വാൻസും മറ്റും പറയുന്നത്. അതേസമയം അമേരിക്ക കുറച്ചുകൂടി താഴേക്ക് വരണമെന്ന ആവശ്യം ഇറാന്റെ ഭാഗത്തുനിന്നുണ്ട്. ഇത് രണ്ടും സംഭവിച്ചില്ല എങ്കിൽ ഇതിനെന്താണ് പ്രസക്തി? ഇനി നോക്കേണ്ടത് എന്താണ് ട്രംപിന്റെ അടുത്ത നീക്കം എന്നുള്ളതല്ലേ? നോക്കൂ, ഇതിൽ നമുക്ക് തുടക്കത്തിലേ അറിയാവുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഈ ഒരു ചർച്ച എന്തുകൊണ്ട് ഒരു പരാജയത്തിലേക്ക് പോവുകയുള്ളൂ. ഒന്ന്, ഇതിന്റെ മീഡിയേഷൻ ചെയ്യുന്നത് പാകിസ്ഥാനാണ്. പിന്നെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒന്നും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ഇപ്പൊ ഇറാൻ ആണെങ്കിൽ അവരുടെ ഒരു 10 point പ്ലാൻ ഉണ്ട്, അത് നടപ്പിലാക്കിയെടുക്കാനാണ് അവർ നോക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് വെക്കാനാണ് അവർ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ രണ്ട് രാജ്യങ്ങളും ഒരു ഒരു കോമൺ ഗ്രൗണ്ടിലേക്ക് വരാൻ ഒരു കാരണവശാലും തയ്യാറല്ല എന്ന് നമുക്ക് ആദ്യമേ അറിയാവുന്ന കാര്യമാണ്.
അപ്പോൾ ഈ ഒരു വിഷയത്തിൽ പാകിസ്ഥാനിലല്ല ഇനിയിപ്പോൾ എവിടെ പോയി ചർച്ച നടന്നു കഴിഞ്ഞാലും ഇറാൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കാതെ അമേരിക്കയ്ക്ക് ഈ ഒരു ഇതിലൊരു ഒരു എന്താ പറയുക ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ അമേരിക്ക ഏതുവരെ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഇതിലൊരു സൊല്യൂഷൻ ഉണ്ടാവും നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇറാൻ പറഞ്ഞ അവരുടെ 10 പോയിന്റ്സ്, അതിൽ ഈ പറഞ്ഞവർക്ക് ഈ സാങ്ഷൻസിന് മുകളിൽ ഒരു റിലാക്സേഷൻ, ഇതൊക്കെ അമേരിക്ക സമ്മതിക്കാൻ തോന്നുന്നില്ല പെട്ടെന്ന് തന്നെ. അപ്പോൾ അതിലേക്ക് ഏതുവരെ ചിന്തിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു കംപ്ലീറ്റ് സൊല്യൂഷനിലേക്ക് എത്തില്ല എന്നുള്ളത്. ഒരു കാരണവശാലും എന്താണ് നടക്കാത്ത പിന്നെ ഡിമാൻഡുകളാണ് ഇരുവശത്തും. ഇറാൻ മുന്നോട്ട് വെച്ച ഒരു 10 നിർദ്ദേശമുണ്ടല്ലോ ശ്രീ മിഥുൻ, അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഹോർമുസിന്റെ നിയന്ത്രണം ഞങ്ങൾക്ക് പൂർണ്ണമായി ഉണ്ടാകും, ഞങ്ങളുടെ സേന നിയന്ത്രിക്കുമെന്ന് പറയുന്നു. ഒപ്പം ഈ പറഞ്ഞതുപോലെ ആണവായുധം, ഇതുവരെയുള്ള ആണവ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പിന്നോട്ട് പോക്കില്ല എന്ന് പറയുന്നു. ഇതൊക്കെയാണ് ഡിമാൻഡ് അമേരിക്കയുടേത്. അതിനെ അംഗീകരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അതുമായി വഴങ്ങിയില്ലെങ്കിൽ പിന്നെ ഒരു കാരണവശാലും ഒരു പുരോഗതിയും ഉണ്ടാവില്ല. തീർച്ചയായും. കാരണം അമേരിക്ക ഇത് വഴങ്ങി കൊടുത്തു കഴിഞ്ഞാൽ അമേരിക്ക പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നൊരു ഇമേജാണ് ഗ്ലോബൽ ഇമേജ് അവർക്ക് കിട്ടും. അപ്പൊ അതിൽ നിന്ന് എന്തുകൊണ്ടും അവർ എന്താ പറയാ അതിനെ മുൻനിർത്തിക്കൊണ്ടിരിക്കലും ഇതിന് തയ്യാറാവില്ല. പിന്നെ ഇറാൻ ഈ പറഞ്ഞ സാങ്ഷൻസ് ഒക്കെ റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്ക ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ വെറുതെ ആയിരുന്നു എന്നൊരു രീതിയിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടും ഇറാൻ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല. പക്ഷേ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് എന്താണ് സൊല്യൂഷൻ എന്ന് അമേരിക്ക പറയുന്നുമില്ല. അപ്പൊ ഇത് എവിടെയും എത്താതെ നിൽക്കുന്ന ഒരു എന്താ പറയുക ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ചർച്ച മാത്രമാണ്. അതിൽ പാകിസ്ഥാൻ എന്തോ വലിയ മീഡിയേറ്റർ ആയി എന്ന് കാണിക്കാനുള്ള ഒരു അവസരം കിട്ടിയെന്നല്ലാതെ അത് പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ. ശരി, നന്ദി ശ്രീ മിഥുൻ വിജയകുമാർ. ഇതിനെതിരെ ചൈനയ്ക്കെതിരെയും വലിയ ഭീഷണിയുമായി ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. ഇറാന് ചൈന സൈനിക സഹായം നൽകും